നമുക്കിന്ന് ചക്കരിശ്ശേരിയും മീൻകറി ഉണ്ടാക്കാം. മീൻകറി ഇപ്പോൾ നമ്മൾ റെസിപ്പി കാണിക്കുന്നില്ല. മീൻകറി ഏത് മീനായാലും മതി. അത് മുളകിട്ട മീൻകറി ആയാലും മതി, തേങ്ങാപ്പാൽ ഒഴിച്ചതായാലും മതി, അത് എന്ത് മീനായാലും മതി. ഇപ്പോൾ കൊള്ളിയും ചാളയും എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് ഇന്ന മീൻ വേണമെന്നൊന്നുമില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചക്കയുടെ മൂപ്പാണ്. നമ്മൾ ചക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന പ്രായം പറ്റുള്ളൂ. സാധാരണ എരിശ്ശേരിക്ക് മൂത്ത ചക്കയാണ് കൊടുക്കുക. അത് പുളി വന്ന ചക്ക ചെറിയ മധുരം ഉണ്ടാവും, അതാണ് എരിശ്ശേരി ഉണ്ടാക്കുക. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനെടുത്തപ്പോൾ കിട്ടിയ ചക്ക അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ അതിനൊരു അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ ചക്കരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഴുപ്പ് വരാതെ പുളി തുടങ്ങാൻ പാടില്ല. പക്ഷെ എന്നാലും മെഴുക്ക് വരട്ടിനേക്കാളും കുറച്ചും കൂടെ മൂപ്പായിട്ടുള്ള ചക്ക വേണം. അപ്പോൾ ചക്കരിശ്ശേരിക്കുള്ള ചക്കയൊക്കെ തന്നെ ചെറിയതായിട്ട് മുറിക്കണം. കുരുവൊക്കെ വളരെ കുറവിട്ടാൽ മതി. ചക്കമടലൊക്കെ ഇടണമെങ്കിൽ വളരെ കുറവിടുള്ളൂ. മെഴുക്ക് വരട്ടിക്കാണ് ചക്കക്കുരുവും ചക്കമടലൊക്കെ കൂടുതലിടാം. ഇവിടെ കുറവിട്ടാൽ ചക്കച്ചോള കൂടുതലിടണം. ചെറുതാക്കി ഇതുപോലെ നുറുക്കണം. അത് വെന്ത് കുഴയണമല്ല. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലെല്ലാ ചക്കയും ചക്കക്കുരുവൊക്കെ ഇട്ട്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഞാനിവിടെ ഒരു സ്പൂണ് നിറച്ചിട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വേവണമല്ലോ. കുക്കർ ഇപ്പോൾ നിറഞ്ഞിരിക്കണം നോക്കണ്ട, ഇതൊക്കെ ഇങ്ങനെ ഒതുങ്ങിപ്പോവും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ. അപ്പോൾ ചില ചക്കക്കുരു പെട്ടെന്ന് തന്നെ വേവ്. നല്ലോണം വേവുള്ള ചക്കക്കുരു ഒക്കെ ആയിരിക്കണം. ഇങ്ങനെ വേവാത്ത ചക്കക്കുരു ഒന്നും എരിശ്ശേരിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇത് നല്ലപോലെ 2 വിസിലടിക്കുക. 2 വിസിലടിക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഉടയ്ക്കുക. ഇനി എരിശ്ശേരിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കുക. അപ്പോൾ അതിന് ആവശ്യം ഒരു തേങ്ങ, നല്ലപോലെ വിളഞ്ഞ തേങ്ങ, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വേപ്പില, ഒരു 2 വേപ്പില, ജീരകം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആവുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ്, അയിലയാണ്. അപ്പോൾ മീൻകറി ഇവിടെ ആയിക്കൊണ്ടിരിക്കേണ്ടത് നമ്മളതിൻ്റെ കൂടെ സൈഡിൽ കൂടെ ആവുമല്ലോ. ആദ്യം മീൻകറി വെച്ചിട്ട് പിന്നെ ചക്കര പിന്നാലെ പോയാൽ മതി. അപ്പോൾ നമ്മുടെ ചക്കയിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ. അപ്പോൾ എലിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ അറിയുമല്ലോ, അധികം അങ്ങനെ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട, ഒരു മീഡിയം അരച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ചക്ക നല്ലോണം ഉടച്ചതിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചാൽ മതിയല്ലോ. എരിശ്ശേരി അത്രയും മതിയല്ലോ, കുറേ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഇനി എരിശ്ശേരിയിൽ വറവിടണം. വറവിടുക എന്ന് പറയുമ്പോൾ സാധാരണ എരിശ്ശേരിയിലെ പോലെ, മത്തങ്ങ എരിശ്ശേരിയിലുള്ള പോലെ തേങ്ങ വറുത്തിടണം. അപ്പോൾ സാധാരണ ചെയ്യണ പോലെ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ പറ്റാത്ത ആൾക്കാർക്ക് വെച്ചാൽ വെളിച്ചെണ്ണ ചക്ക എരിശ്ശേരിയിലെ ഒരു ഫ്ലേവർ. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതുപോലെ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് മുളക്, വേപ്പില ഒക്കെ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ തേങ്ങ നല്ലപോലെ ചുമക്കണ വരെ നല്ല ബ്രൗൺ കളറാവണം. ആ ബ്രൗൺ കളറിൽ വറുത്തിട്ട് നമ്മുടെ എരിശ്ശേരിയിലിടാം. പിന്നെ ആ എരിശ്ശേരി നമ്മൾ സാധാരണ നമ്മൾ കാച്ചുമ്പോൾ കണ്ടില്ല, ആ പാനിലേക്ക് കുറച്ച് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് എരിശ്ശേരിയിലേക്ക് ഒഴിക്കുക. അത്ര നമ്മൾ എരിശ്ശേരി റെഡി. എരിശ്ശേരി ഉണ്ടാക്കാൻ ഈ കറികളിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് എരിശ്ശേരി. അത് ഈ മത്തങ്ങ എരിശ്ശേരി, കുമ്പളങ്ങ എരിശ്ശേരി, എന്തെരിശ്ശേരി ആയാലും പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. പിന്നെ ഈ എലിശ്ശേരിയുടെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്ക എലിശ്ശേരി മാത്രം കഴിച്ചാൽ മതി. അതായത് ഒരു കംപ്ലീറ്റ് മീലാണ്. അത്യാവശ്യം പ്രോട്ടീൻ അത്ര ഇല്ലെങ്കിലും ഇപ്പം നമ്മൾ മീൻ കറിയും കൂടെ കൂട്ടുമ്പോൾ അത്യാവശ്യത്തിന് പ്രോട്ടീനായില്ല. അതുപോലെ കാർബോഹൈഡ്രേറ്റ് ആയാലും ഇപ്പോൾ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. ചക്കയുടെ പഴുക്കുമ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയാലും പച്ച ചക്കയ്ക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന്, വെയിറ്റ് ലോസ് ആയിരിക്കും കഴിക്കാം. പക്ഷേ ഫൈബർ നിറയുണ്ട്, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. അതാണ് ഗ്യാസ് ഫോം ചെയ്യുന്നത്. റെസിസ്റ്റൻസ് സ്റ്റാർച്ചുള്ള സംഭവങ്ങളൊക്കെ പതുക്കെ ഡൈജസ്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് നല്ലതാണ്, ഗട്ട് ബാക്ടീരിയയ്ക്ക് നല്ലതാണ്. നമ്മൾ നന്നായിട്ടുണ്ട്, വയറിൻ്റെ ആരോഗ്യം നന്നായിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ആരോഗ്യവും ഉണ്ടാവും. വയറാണ് നമ്മുടെ മെയിൻ പ്രധാനം. ഒരു ഡൈജഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ചക്കലിശ്ശേരിയൊക്കെ കഴിക്കുമ്പോഴായാലും അത് കൂടുതലായി അധികമായ അമൃതും വിഷമൊന്നുമില്ലേ. ഇപ്പോൾ 100 ഗ്രാം ചക്കയിലാണ് 93 കാലറീസ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു ലഞ്ച് എന്ന് പറഞ്ഞൊരു 200 ഗ്രാം കഴിക്കുക. അപ്പോൾ അതായത് ചെറിയൊരു നമ്മൾ കറിയൊക്കെ എടുക്കുന്ന പ്ലേറ്റ് അല്ല, ഒരു ബൗൾ നിറയെ കഴിക്കുക. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് പകരമായി, ചോറിന് പകരം ചോറും ചക്കലിശ്ശേരി എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഓവറാവും. അതായത് കാലറിയും കൂടുതലാവും. കാലറി കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫാറ്റ് കണ്ടൻറ്റ് കൂടി എന്നാണ്. അപ്പോൾ നമ്മൾ 200 കാലറി, ഒരു 350 കാലറീസൊക്കെ വരണമെങ്കിൽ 200 ഗ്രാം ചക്ക കഴിക്കുക. പിന്നെ മീൻകറി, പിന്നെ അതിൻ്റെ കൂടെ എണ്ണ എല്ലാം കൂടെ വരുമ്പോഴൊരു 350ൽ നിൽക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.